Hello developers, welcome back to my channel Codis with Anu. AI റിലേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അവിടെ നമ്മൾ എന്താണ് AI മോഡൽസ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ് ലേണിംഗ്, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്, ഇത് ഓരോന്നിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ കോഡിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിലാണ് നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ എ ഐ API കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓപ്പൺ എ ഐ, ഇപ്പൊ നിങ്ങൾ ഈ AI ഒരു കാലഘട്ടത്തിൽ എല്ലാവരും എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഓപ്പൺ എ ഐ അല്ലെങ്കിൽ ഓപ്പൺ എ ഐ API എന്നൊക്കെ കേട്ടിട്ടില്ലെങ്കിലും ഇതൊരു AI ബേസ്ഡ് റിസർച്ച് ആൻഡ് ഡിപ്ലോയ്മെന്റ് കമ്പനിയാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന AI മോഡൽസിലെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വെബ് ഇന്റർഫേസ്, ഈ ഒരു ChatGPT അവരുടെ ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഇമേജ് ജനറേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഡോളി എന്ന് പറയുന്ന ഇതും ഇവരുടെ ഒരു മോഡലാണ്. അപ്പം ഈ ഒരു ഓപ്പൺ എ ഡിഫറെന്റ് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് മൾട്ടിപ്പിൾ മോഡൽസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓപ്പൺ AI API, അതൊരു ക്ലൗഡ് ബേസ്ഡ് ഇന്റർഫേസ് ആണ് കേട്ടോ. അവിടെ ഡെവലപ്പേഴ്സിന് പ്രോഗ്രാമാറ്റിക്കലി അവരുടെ ഒരു AI മോഡൽസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡലിനെ ആക്സസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ചില കമ്പനീസ്, ഇപ്പൊ മിക്കവാറും നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനീസിൽ അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ബേസ് ചെയ്തിട്ടൊന്നും ഡെവലപ്മെന്റ് ഒന്നും നടക്കുന്നുണ്ടാവില്ല. പക്ഷെ അവര് AI ബേസ്ഡ് കമ്പനി എന്ന് ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലേ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണലി ഇതുപോലുള്ള ഓപ്പൺ AI APIs ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ മോഡൽസിനെ ആക്സസ് ചെയ്യാം. ഇപ്പൊ ഒരു യൂസ് കേസ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ സപ്പോർട്ട്, ഒരു ചാറ്റ് ബോട്ട് പോലെ ക്രിയേറ്റ് ചെയ്യണം, ഒരു കസ്റ്റമർ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോ. അപ്പം നമുക്കിത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓട്ടോമേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം അത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് യൂസ് കേസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ടെക്സ്റ്റ് കംപ്ലീഷന്റെ യൂസ് കേസ്, അതായത് സാധാരണ നമ്മളൊരു ChatGPT നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ AI മോഡൽസ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് അതിനെ ബേസ് ചെയ്ത് ലേൺ ചെയ്ത ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കും. ഒരു പ്രഡിക്ഷൻ ആണ് അവരുടെ ഏറ്റവും കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു നെക്സ്റ്റ് സെന്റൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് കംപ്ലീഷൻ ആണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ഡോളി 3 യൂസ് ചെയ്തിട്ട് ഒരു ഇമേജും ജനറേറ്റ് ചെയ്യും കേട്ടോ. ഇതൊരു ഈ ഒരു എന്താ പറയുക, ഇതിന്റെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് വാസ്റ്റ് ആണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഡേ ടു ഡേ ലൈഫിൽ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ ഇതിന്റെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല, ഒരു ലാർജ് എമൗണ്ട് ആണെന്ന് എനിക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ കമ്പനീസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇന്ന് ഈ ചെറിയ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്കൊരു ചാറ്റ് ബോട്ട് ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ. ഒരു ഓപ്പൺ AI API പ്രോഗ്രാമാറ്റിക്കലി ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു AI മോഡൽസിനെ ആക്സസ് ചെയ്യും. സോ കമ്പനീസിന് അവരുടെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ അവരുടെ സർവീസസിലേക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ആപ്ലിക്കേഷനിലേക്ക് ഈ ഒരു AI ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു AI മോഡൽസിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം പ്രൊജക്റ്റിൽ എങ്ങനെയാണ് ഈ ഒരു ഓപ്പൺ AI യൂസ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് Node.js എക്സ്പ്രസ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിന്ന് പൈത്തോൺ ഡെവലപ്പർ ആണെങ്കിലും ഇതേ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു ടെക്സ്റ്റ് ജനറേഷന്റെ എക്സാമ്പിൾ നോക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഇമേജ് ജനറേഷന്റെ എക്സാമ്പിൾ നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എന്റെ ഡോക്യുമെന്റ്സിന്റെ ഫോൾഡറിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡറിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യട്ടെ. ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കാം. ഇതിലേക്ക് എൻ്റർ ചെയ്യാം. ഈ Node.jsന്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഒരു package.json ഫയൽ, അതായത് നമ്മൾ പ്രൊജക്ടിനെ ഇനിഷ്യലൈസ് ചെയ്യണം അല്ലേ. സോ ഇനിഷ്യലൈസ് ചെയ്യാം npm. ഇതൊക്കെ നോർമൽ നമ്മുടെ സാധാരണ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ. നമ്മൾ ഒരുപാട് എക്സ്പ്രസ്.jsന്റെ പ്രൊജക്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എക്സ്പ്രസ്.jsന്റെ ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ Node.jsന്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള 2 പാക്കേജ് ഇവിടെ ഉള്ളൂ. ഒന്ന് എക്സ്പ്രസിന്റെ ഫ്രെയിംവർക്കും പിന്നെ ഓപ്പൺ AI ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ പാക്കേജ് ആണ് ഓപ്പൺ AI. അത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. npm i ഫസ്റ്റ് എക്സ്പ്രസ്, രണ്ടാമത്തത് ഓപ്പൺ AI. പിന്നെ ഞാൻ ഒരു .env ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ, ലോക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്
അത് ഇൻസ്റ്റാൾ ആവട്ടെ. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വിഷ്വൽ സ്റ്റുഡിയോയിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി ഫസ്റ്റ് ഞാന് നമ്മൾ .env ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി .env പാക്കേജ് എടുത്തിട്ടുണ്ടല്ലോ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഞാൻ എന്റെ എൻവയോൺമെന്റ് വേരിയബിൾസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു env ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫസ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ നിങ്ങളെ ഒരു ഓപ്പൺ ഡോക്യുമെന്റേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ വന്നിട്ട് സൈൻ അപ്പ് ചെയ്യണം. സൈൻ അപ്പ് ചെയ്തിട്ട് ഇവര് നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കാണുന്നില്ല. അതായത് ഇതൊരു പേ ചെയ്യേണ്ട സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ നമ്മൾ AWSന്റെ സർവീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പേ ചെയ്യണം. ഇപ്പൊ ഇവരുടെ API നമ്മൾ ഒരു എക്സ്റ്റേണൽ API ആക്സസ് ചെയ്ത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മോഡൽ ആക്സസ് ചെയ്ത് യൂസ് ചെയ്യും അല്ലെ. അപ്പം പേ ചെയ്യണം ഡെഫിനറ്റ് ആയിട്ടും. പക്ഷെ ഒരു ഇനിഷ്യൽ ഫേസിൽ ഇപ്പൊ ഡെവലപ്മെന്റിന് സാധാരണ സോഫ്റ്റ്വെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ട്രയൽ ഒരു ക്രെഡിറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് അത് കാണുന്നില്ല കേട്ടോ. നിങ്ങളത് സൈൻ അപ്പ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെവലപ്മെന്റ് ഫേസിൽ ഫസ്റ്റ് നമ്മൾ API കീ ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന് ഒന്നുകിൽ നിങ്ങൾ ഇവർ പ്രൊഫൈൽ ഐക്കണിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് API കീ ഇതുപോലെ സെർച്ച് ചെയ്താൽ മതി. API കീനെ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ആ ഒരു ഇന്റർഫേസിലേക്ക് പോകും. ഞാൻ ഓൾറെഡി ഒരു API കീ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ ക്രിയേറ്റ് ന്യൂ സീക്രട്ട് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു URL ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ പ്രൊജക്ട് നെയിം കൊടുക്കുക. ഞാനിവിടെ റിയാക്ട് പ്രോജക്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇഷ്ടമുള്ളത് കൊടുക്കുക. പിന്നെ പ്രോജക്ട് ഡിഫാൾട്ട് എന്ന് പറഞ്ഞ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പെർമിഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റ് സീക്രട്ട് കീ. ഈ സീക്രട്ട് കീ നിങ്ങൾ എക്സ്പോസ് ചെയ്യരുത്. എസ്പെഷ്യലി നിങ്ങൾ പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, നിങ്ങളിപ്പോ ഗിറ്റിലേക്കൊക്കെ കമ്മിറ്റ് ചെയ്യുവാണെങ്കിൽ റെപ്പോസിറ്ററിയിലേക്ക് ഈ ഒരു ഫയൽ, സാധാരണ നമ്മൾ എൻവയോൺമെന്റ് ഫയൽ ക്രിയേറ്റ് കൊടുക്കാറില്ല, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഈ ഒരു കീ കോപ്പി ചെയ്തിട്ട് എവിടെയെങ്കിലും കീപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് നമ്മൾ ഇപ്പൊ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫയലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ ഓപ്പൺ AI API കീ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഈ കോപ്പി ചെയ്തിരിക്കുന്ന കീനെ അസൈൻ ചെയ്യുവാണ്. അതുപോലെ എന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ട് നമ്പറും കൂടെ ഞാൻ ഈ ഒരു ഫയലിൽ, ഈ രണ്ട് കാര്യങ്ങൾ കോൺസ്റ്റൻസ് ആണ് ഞാൻ ഈ ഫയലിൽ ഡിഫൈൻ ചെയ്യുന്നത്. എനിക്ക് രണ്ട് എൻവയോൺമെന്റ് വേരിയബിൾസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു പോർഷൻ കഴിഞ്ഞു. അടുത്തത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ index.js, നമ്മൾ സാധാരണ റിയാക്ടില് ആ ഒരു index.js അല്ലെങ്കിൽ server.js ഒരു എൻട്രി ഫയൽ ക്രിയേറ്റ് ചെയ്യാറില്ലേ, ആ ഒരു എൻട്രി ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നമ്മുടെ പാക്കേജസ് അല്ലേ, ഫസ്റ്റ് നമ്മൾ ഈ ഒരു എൻവയോൺമെന്റ് വേരിയബിൾസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു .env പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുവാണ്. അടുത്തത് എക്സ്പ്രസ്. ഫൈനലി ഈ ഒരു ഓപ്പൺ AI ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ആയതുകൊണ്ട് ക്യാപിറ്റലിൽ തന്നെ എടുക്കാം. എക്സ്പ്രസും വേണേൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എടുക്കാം. ഓപ്പൺ ആയി. ഇത് ഇത്രയും കാര്യങ്ങൾ എടുത്തു. ഇനി സാധാരണ ഒരു കോൺഫിഗറേഷൻ .envന്റെ കോൺഫിഗറേഷൻ ത്രൂ ആണല്ലോ നമ്മൾ ഇതിനെ ആക്സസ് ചെയ്യുന്നത്. കോൺഫിഗ് മെത്തേഡിനെ കൂടെ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. അടുത്ത് നമ്മൾ റിയാക്ട് ആപ്ലിക്കേഷൻ. ഇതൊക്കെ നോർമൽ നമ്മൾ റിയാക്ട് എക്സ്പ്രസ്, നോർമൽ എക്സ്പ്രസ് ജസ്റ്റ് അതായത് നോട്ട് ജസ്റ്റ് ആപ്ലിക്കേഷനുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പുകളാണ് കേട്ടോ. ഒരു ആപ്ലിക്കേഷൻ ഇനിഷ്യലൈസ് ചെയ്യണം. എക്സ്പ്രസ് മെത്തേഡിനെ കോൾ ചെയ്ത് ആ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് പോർട്ട് ഡിഫൈൻ ചെയ്യണം. നമ്മൾ ഓൾറെഡി പോർട്ട് നമ്മൾ ഈ env ഫയലിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ആക്സസ് ചെയ്യുവാണ്. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഡീഫാൾട്ട് ആയിട്ട് 3000 പോർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ഓപ്പൺ AIനെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓപ്പൺ AIനെ ഇനിഷ്യലൈസ് ചെയ്യണം. അതായത് നമ്മൾ ഇവരുടെ ഓപ്പൺ AI ക്ലയന്റിനെ ഇനിഷ്യലൈസ് ചെയ്യണം. നമ്മളിവിടെ ഒരു API കീ ഓൾറെഡി എൻവയോൺമെന്റ് ഫയലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ത്രൂ ആണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഓപ്പൺ AI ഈക്വൽ ടു ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുവാണ് ഈ ഒരു ഓപ്പൺ AI ക്ലാസ്സിന്. ഒരു ഒബ്ജക്റ്റ് ആയിട്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കണം. അതിൽ API കീ ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ട പാരാമീറ്റർ. അത് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രോസസ് ഡോട്ട് env ഫയലിന്റെ അകത്ത് ഇതൊന്ന് കോപ്പി ചെയ്യാട്ടോ. എനിക്ക് സാധാരണ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എപ്പോഴും വരാം. ഞാനതൊന്ന് കോപ്പി ചെയ്തിട്ടു.
പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മിഡിൽ വെയർ അല്ലേ JSON പാഴ്സറിന് വേണ്ടിയിട്ട് ഇപ്പം റിക്വസ്റ്റ് ബോഡിയിൽ JSON വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പാഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തീരെ Express.jsന്റെ നോളജ് ഇല്ലെങ്കിൽ എന്റെ പ്രീവിയസ് വീഡിയോസ് എക്സ്പ്രസിന്റെ ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യാൻ വിട്ടുപോയി. അതായത് നമ്മുടെ ആപ്ലിക്കേഷനെ ലിസൺ ചെയ്യാനില്ലേ, നമ്മുടെ പോർട്ട് ഡിഫൈൻ ചെയ്ത് ആ ഒരു ലിസൺ മെത്തേഡിനെ കോൾ ചെയ്യണം. പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇത് കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ അത് ഓപ്ഷനിലാണ്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സെർവർ റൺ ഓൺ പോർട്ട് എന്ന് പറഞ്ഞ് പോർട്ട് നമ്പറുകൾ കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള പ്രൊജക്ട് വേണ്ടത്. ഇനി ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ചാറ്റ് ബോട്ട് പോലെ റിയാക്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇന്റർഫേസ് ഒക്കെ ഒരു പ്രോപ്പർ ഇന്റർഫേസ് ഒക്കെ ഉണ്ടാക്കി അവിടുത്തെ ക്വസ്റ്റ്യൻസ് പാസ് ചെയ്ത് ആൻസർ വരുന്ന പോലെ നോർമൽ ഒരു ചാറ്റ് ബോട്ട് പോലെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞാൽ മതി, നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു കംപ്ലീറ്റ് പ്രൊജക്ട് പോലെ ചെയ്യാം. ഇന്ന് നമ്മൾ ഈ ഒരു പോർഷൻ, അതായത് നമ്മൾ ഓപ്പൺ API എങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണല്ലോ നോക്കാൻ പോകുന്നത്. സോ അത്രയും ഞാൻ ഇന്റർഫേസിന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല, നമ്മൾ ബാക്ക് എൻഡ് മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മൾ പോസ്റ്റ്മാൻ ത്രൂ ഇത് ടെസ്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ ഫസ്റ്റ് ഞാനൊരു റൗട്ട് ഡിഫൈൻ ചെയ്യുവാണ്. പോസ്റ്റ് മെത്തേഡ് ഇവിടെ ആയിരിക്കും നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വരുന്നത്. ജനറേറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഈ കോഡ് ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. പിന്നെ അസിൻക്രണസ് മെത്തേഡ് സാധാരണ നമ്മൾ പോസ്റ്റ് മെത്തേഡിന്റെ പോലെ തന്നെ, ഒന്നുകിൽ നിങ്ങൾക്ക് കൺട്രോളർ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം കേട്ടോ. കൺട്രോളറിൽ ഞാനിത് സെയിം ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു ഒറ്റ സിംഗിൾ പേജ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ എഴുതുന്നത്. പിന്നെ നമുക്കറിയാലോ ഫംഗ്ഷന്റെ റിക്വസ്റ്റും സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ റിക്വസ്റ്റും റെസ്പോൺസും ആയിരിക്കും ഇൻപുട്ട് പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്നത്. റിക്വസ്റ്റ് ഒബ്ജക്റ്റും റെസ്പോൺസ് ഒബ്ജക്റ്റും. പിന്നെ റിക്വസ്റ്റ് ഒബ്ജക്റ്റിലായിരിക്കും നമുക്ക് എന്തുള്ളത്, നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ സജഷൻസ് ആയിട്ടോ നമ്മുടെ ChatGPT എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് അസ്യൂം ചെയ്തത്. അതായത് പ്രോംപ്റ്റ് ആയിട്ട് അവർ വരുന്ന സാധനങ്ങൾ. അത് ഞാൻ ഈ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ റിക്വസ്റ്റ് ഈ ഒരു വേരിയബിളിലേക്കാട്ടോ പാസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിനനുസരിച്ച് ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ റിക്വസ്റ്റ് ബോഡിന്റെ അകത്തുനിന്ന് നമ്മൾ പാസ് ചെയ്യുന്ന ആ ഒരു ടെക്സ്റ്റ് നമ്മൾ എന്താണോ ജനറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ എന്താണോ ChatGPT വരുന്ന ആ ഒരു റിക്വസ്റ്റ്, അത് ഈ ഒരു വേരിയബിളിലേക്ക് എടുത്തു. ഓക്കെ, ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ്. അടുത്തത് നമ്മൾ ഓൾറെഡി OpenAIനെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ ഇപ്പം ഓരോ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ്. ഇമേജ് ജനറേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഇമേജിന്റെ മെത്തേഡിനെ കോൾ ചെയ്യണം. അല്ല ഇപ്പൊ ഞാൻ ചെയ്യുന്ന ടെക്സ്റ്റ് ജനറേഷൻ ആണെങ്കിൽ അവരുടെ ഒരു ചാറ്റ് ഡോട്ട് കംപ്ലീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്, അതിനെ കോൾ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് അതിന്റെ വരുന്ന ഇൻപുട്ട് ഞാൻ ചാറ്റ് കംപ്ലീഷൻ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്കാണ് എടുത്തത്. സ്പെല്ലിംഗ് റൈറ്റ്. OpenAI ഡോട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ചാറ്റിന്റെ കംപ്ലീഷൻസ് മെത്തേഡ് ഞാൻ കോൾ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും കേട്ടോ. അതിനകത്ത് ക്രിയേറ്റില് ഇവിടെയാണ് നമ്മൾ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ്. ഫസ്റ്റ് മാൻഡേറ്ററി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മൾട്ടിപ്പിൾ മോഡൽസ്. നിങ്ങൾ ഇവരുടെ ഡോക്യുമെന്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ മോഡൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പോ നിങ്ങൾ ജസ്റ്റ് ബിഗിനേഴ്സ് ആണ്, പഠിക്കുന്നൊക്കെയാണ്, ഒരു $5 ഒക്കെ വെച്ചിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3.5 ടർബോ യൂസ് ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ അത്ര എക്സ്പെൻസീവ് അല്ല. നമ്മൾ GPT-4 പോകുമ്പോഴത്തേക്കും എക്സ്പെൻസീവ് ആയിരിക്കും. ഈ 3.5 ടർബോ അല്ല, നിങ്ങളുടെ റിയൽ റിക്വയർമെന്റ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാ ഫംഗ്ഷനാലിറ്റിയും വേണമെന്നുണ്ടെങ്കിൽ GPT-4 പോകാം, അത് യൂസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരു ഡെമോ പർപ്പസിനായതുകൊണ്ട് ഈ ഒരു ടർബോ മോഡലാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് മെസ്സേജസ് പാസ് ചെയ്തെടുക്കുക. അതായത് നമ്മളിവിടെ പ്രോംപ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ മെസ്സേജിലെ പാസ് ചെയ്ത് കൊടുക്കുക. കീ വാല്യൂ പേയേഴ്സ് ആയിട്ട് ഒബ്ജക്റ്റിന്റെ അകത്ത് പാസ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് റോളാണ് പാസ് ചെയ്യുന്നത്, റോള് യൂസർ ആയിരിക്കും. രണ്ടാമത്തത് നമ്മൾ കണ്ടന്റ് പാസ് ചെയ്യണം. കണ്ടന്റ് ആണ് നമ്മളിപ്പം
ഈ പ്രോംപ്റ്റ്, അതായത് എന്ത് ടെക്സ്റ്റ് ആണോ ടെക്സ്റ്റ് കംപ്ലീഷന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റിനെയും പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഈ ഒരു സാധാരണ നമ്മൾ നമ്മുടെ API-യിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിലേക്കോ റിക്വസ്റ്റ് പോകുന്ന പോലെ തന്നെ അവൈറ്റ് ചെയ്ത് ഒരു ചാറ്റ് കംപ്ലീഷനിലേക്ക് നമുക്ക് റിസൾട്ട് വരും. ഇനി റിസൾട്ടിനെ നമുക്ക് റിട്ടേൺ ചെയ്യണം. നമ്മൾ ഓൾറെഡി JSON ഫോർമാറ്റിൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ വെയർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. സോ നമുക്ക് JSON ആയിട്ട് തന്നെ റിട്ടേൺ ചെയ്യാം. ഫസ്റ്റ്, സോറി, ഇത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ട്രൈ ക്യാച്ചിനുള്ളിൽ വേണ്ട നമ്മൾ ഈ ചെയ്തിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനിപ്പോ ഞാൻ ഈ ഒരു പോർഷൻ കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സക്സസ് ആണോ ഫെയിലർ ആണോ എന്നുള്ള ഒരു, ഇതൊക്കെ നമ്മുടെ നോർമൽ API റിട്ടേൺ നിങ്ങൾ എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ കൊടുത്താൽ മതി. അവിടെ ഇപ്പം എന്താ പറയാ, ഫ്രണ്ടിലുള്ള ഇത് സക്സസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇന്റർഫേസും ഫെയിലറിനെ ബേസ് ചെയ്തിട്ട് വേറൊന്നൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ എററിനൊക്കെ ഹാൻഡിൽ ചെയ്യുള്ളൂ. അതിനനുസരിച്ച് ഇനി റിട്ടേൺ വന്നിരിക്കുന്ന കംപ്ലീറ്റ് അവരുടെ ആ ഒരു റെസ്പോൺസ്, ഇവിടുന്ന് വന്നിരിക്കുന്ന റെസ്പോൺസ് നമ്മൾ ചാറ്റ് കംപ്ലീഷനിലല്ലേ എടുത്തിരിക്കുന്നത്. അതിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ചോയ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള നോഡ് ഉണ്ട്. അതിലെ ആ അരയിലെ 0th പാരാമീറ്ററിന്ന് മെസ്സേജ് വരും. മെസ്സേജിൽ നിന്ന് അതിന്റെ കണ്ടന്റിനെ ആക്സസ് ചെയ്യാം. ഈ ഒരു ഫോർമാറ്റിൽ എടുക്കാം കേട്ടോ. അതായത് ഈ ഒരു ചാറ്റ് കംപ്ലീഷൻ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. അതിന്റെ അകത്തുനിന്ന് ഈ ചോയ്സസിന്റെ അരയിന്ന് ഫസ്റ്റ് അല്ലെങ്കിൽ മെസ്സേജസിലെ കണ്ടന്റിന്ന് ആക്സസ്, സോറി ഞാൻ ഈ JSON അകത്തുകൊണ്ട് സെൻട്രോളം ആക്സസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വിട്ടുപോയ കേസിൽ, അതായത് ഇത് എക്സ്റ്റേണൽ API-യിലേക്കുള്ള റിക്വസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ട്രൈ ക്യാച്ചിന്റെ ഉള്ളിൽ കൊടുക്കാം. എററിനെ ക്യാച്ച് ചെയ്യില്ല, നമുക്ക് എറർ എന്താണെന്ന് മനസ്സിലാവുമില്ല. വേണേ പറഞ്ഞാൽ മതി, ഞാൻ ഈ കോഡ് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ ആകെ. ക്യാച്ചിനകത്ത് നമുക്ക് എറർ മെസ്സേജ് പാസ് ചെയ്തെടുക്കാം. എറർ വൈൽ ആക്സസ് മോഡ്, നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. എററിനെയും കൂടെ പാസ് ചെയ്ത്, അതുപോലെ നമുക്ക് എന്തെങ്കിലും എറർ വന്നാൽ സാധാരണ നമുക്ക് നെറ്റ്വർക്ക് ടാബിൽ 500 കാണിക്കാറില്ലേ എറർ കോഡ്, അതുപോലെ 500 HTTP കോഡിലെ നോർമൽ എഗെയിൻ JSON ഫോർമാറ്റിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ സ്റ്റാറ്റസ് എറർ ആയിട്ട് തന്നെ പാസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എറർ കീയിൽ എറർ പാസ് ചെയ്ത്, അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കോഡ്. അതായത് നമ്മളിവിടെ OpenAI-നെ ആക്സസ് ചെയ്തിട്ട് അതിനെ ഫസ്റ്റ് OpenAI-ന്റെ ക്ലയന്റ് ഇനിഷ്യലൈസ് ചെയ്യുക, നമ്മുടെ API-ക്ക് പാസ് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ റൗട്ടും ഡിഫൈൻ ചെയ്യാം. എക്സ്പ്രസ് ആയതുകൊണ്ടാണ് ഈ റൗട്ട് വന്നത്. വേറെ ഏതെങ്കിലും പൈത്തൺ ആണെങ്കിൽ അതിന്റെ റൗട്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. OpenAI-ന്റെ ചാറ്റിന്റെ കംപ്ലീഷൻ മെത്തേഡിൽ ക്രിയേറ്റിനെ കോൾ ചെയ്യുക. അതിലേക്ക് നമ്മുടെ പാരാമീറ്റേഴ്സ്, ഈ പാരാമീറ്റേഴ്സ് മാത്രമല്ല കേട്ടോ, നമുക്ക് റെസ്പോൺസിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് എന്താ പറയാ, ഇപ്പോ ഒരു ലാർജ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ ഈ ഒരു API പാസ് ചെയ്ത് ഇപ്പൊ ചില ക്വസ്റ്റ്യനൊക്കെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ പറയാണ് ക്രിയേറ്റ് എ ലാരാവൽ പ്രൊജക്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് എ റിയാക്ട് പ്രൊജക്ട് ബേസ്ഡ് ഒരു ടു ഡു ലിസ്റ്റ് പ്രൊജക്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഹെവി ടോപ്പിക്, ഒരു ഹെവി റെസ്പോൺസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലിവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മാക്സ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ യൂസ് ചെയ്യാം കേട്ടോ. ലിമിറ്റ് മാക്സ് ടോക്കൺസ്, ഇത് തന്നെ മാക്സ് ടോക്കൺസ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ടോക്കൺസ് കൊടുത്തിരിക്കുന്ന എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, ഇപ്പൊ 150 ആണെങ്കിൽ 150 അത്ര നമ്പർ വെക്കാം. പിന്നെ ഇതിന്റെ ക്രിയേറ്റിവിറ്റി ലെവലിനെ സെറ്റ് ചെയ്യാം. 0.0 തൊട്ട് 1 വരെയുള്ള ഇൻഡിവിജ്വൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ ആണ്. ക്രിയേറ്റിവിറ്റി ലെവല് എത്രയാണെന്ന് സെറ്റ് ചെയ്തോളൊക്കെ. ഇപ്പം 0.1 ആണോ അങ്ങനെയും സെറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇതിന്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോട്ട് ജേസിനെ റൺ ചെയ്യാണ്. നോട്ട് സ്പേസ് index.js. സോറി, ഞാൻ മോഡ്യൂൾ ഫോർമാറ്റ് അല്ല യൂസ് ചെയ്തത്. അപ്പൊ നമ്മളിവിടെ മോഡ്യൂളിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല.
ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇത് റൺ ചെയ്യണമെങ്കിൽ പോസ്റ്റ്മാൻ ത്രൂ റൺ ചെയ്യാം കേട്ടോ. കാണിച്ചു പോസ്റ്റ്മാനിൽ വന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ പോസ്റ്റ് മെത്തേഡ് കൊടുക്കുക, പിന്നെ നമ്മുടെ യു ആർ എൽ കൊടുക്കുക. നമ്മുടെ കേസിലാണെങ്കിൽ ജനറേറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ ആ ഒരു റൗട്ട് കൊടുത്തിരിക്കുന്നത്, അപ്പൊ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇത് JSON ഫോർമാറ്റിൽ വേണം കൊടുക്കാൻ. അപ്പൊ കീ ആയിട്ട് കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ സാധാരണ പോസ്റ്റ്മാനിൽ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ പോസ്റ്റ്മാൻ നിങ്ങൾക്ക് പറയണ്ടല്ലോ, ജസ്റ്റ് പറഞ്ഞാലും ആപ്ലിക്കേഷൻ ഡോട്ട് JSON കൊടുക്കുക. ബോഡിയിൽ ഇപ്പം നമ്മൾ എന്താ പറയാ ഇതാ കൊടുക്കുന്നത് JSON ഫോർമാറ്റിലാണല്ലോ. അപ്പൊ ഞാൻ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ അവിടെ കൊടുത്തേക്കുന്നത് കീ ആയിട്ട് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സജസ്റ്റ് ടോപ്പ് 5 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻ 2025 എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് എന്താണോ അത് പാസ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ എന്താ പറയാ എറർ ആയിരിക്കും വരിക. ഇതുണ്ടോ, എന്റെ ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് ചെയ്തുകൊണ്ടാട്ടോ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇത് നമ്മൾ പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ എക്സിസ്റ്റിംഗ് ഇത് തീർന്നിട്ടുണ്ട്, അതായത് സീറോയിലാണ് ഇപ്പം. റിമൈനിങ് ക്രെഡിറ്റ് ലിമിറ്റ് ഇപ്പൊ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബില്ലിംഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മെനുവിന് നോക്കിയാൽ മതി. എന്റെ സീറോ ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. പർച്ചേസ് എന്റെ നമ്മുടെ കാർഡ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ അലോ ചെയ്തിട്ടുള്ള കാർഡ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് വിചാരിച്ച അതും കൂടെ ചെയ്തിട്ട് എടുക്കാം, അപ്പൊ എനിക്ക് ടൈം പോകും. എന്റെ ബാങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്കതിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഒത്തിരി ഗ്യാപ്പ് വരുമല്ലോ, നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അത്ര ബെറ്റർ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ ഔട്ട്പുട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എടുത്തിട്ട് എന്താ ഔട്ട്പുട്ട് കാണിക്കാത്തതെന്ന്. ഇത് ഇത്രയേ ഉള്ളൂ. ഇവിടെ സെൻഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ റിസൾട്ട് ഇല്ലേ ആ ലാംഗ്വേജസ് ഇതേപോലെ തന്നെ JSON ഫോർമാറ്റ് ടെക്സ്റ്റ് ഫോർമാറ്റിൽ കിട്ടും. അത് നമ്മൾ ഇപ്പൊ ഇവിടെയാണെങ്കിൽ എടുത്ത റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടല്ലോ അത്. അപ്പൊ ഞാൻ അത്രയും ഞാൻ വൈകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ, സോറി. ഔട്ട്പുട്ട് കാണിക്കാൻ പറ്റും. സാധാരണ ഞാൻ എല്ലാത്തിന്റെയും ഔട്ട്പുട്ട് കാണിക്കുന്നില്ല. ഇതിപ്പോ ഈ ഒരു ബാങ്കിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി, വേറെ കാർഡൊക്കെ വെച്ച് നോക്കിയിട്ടും അത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് പേ ചെയ്യണമെങ്കിൽ ആ പേയ്മെന്റ് മെത്തേഡിൽ പോയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്താൽ മതി കേട്ടോ. കൊടുത്തിട്ട് കൊടുത്ത് ഇപ്പൊ മിനിമം $5 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വൺസ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. എനിക്ക് പേയ്മെന്റ് മെത്തേഡ് ഇല്ലാത്തതുകൊണ്ടാണ്. പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ $5 to $10 എന്ന് പറഞ്ഞിട്ടൊരു ലിമിറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത്രയ്ക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഫ്രീ ട്രയൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ എന്റെ ഫ്രീ ട്രയൽ അവസാനിച്ചിട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞില്ലേ GPT-ന് ഏറ്റവും ഇത് കുറഞ്ഞ മോഡൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടർബോ 3.5 ടർബോ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ഒരു റിക്വയർമെന്റും ഇല്ലെങ്കിൽ വെറുതെ പൈസ കളയേണ്ട ഒരു കാര്യത്തിന് ആരുടെ $1 ഇതില്ലേ $5 എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റു 85 എന്തോ അല്ലേ ഡോളറിന്റെ ഇപ്പോഴത്തെ റേറ്റ്. പൈസ കളയേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ജസ്റ്റ് കോഡ് കണ്ടാൽ മതിയല്ലോ, കോഡ് കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഇനിയില്ല ആക്ച്വൽ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. കോഡ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. ഇതുപോലെ തന്നെ നമുക്ക് ഇമേജ് ഒന്ന് ജനറേറ്റ് ചെയ്യാം. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സെയിം റൂട്ട് തന്നെ ഒന്ന് കോപ്പി ചെയ്തിട്ട് കോണ്ടന്റ് മാറ്റി കൊടുക്കാം. ജനറേറ്റ് ടെക്സ്റ്റിന് പകരം ജനറേറ്റ് ഇമേജ് എന്ന് കൊടുക്കുകയാണ്. പിന്നെ പ്രോംപ്റ്റ് റിക്വസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. പിന്നെ ഈ ചാറ്റ് കംപ്ലീഷന്റെ ഇതിന് പകരം ഞാൻ നെയിം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്, ഇമേജ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഓപ്പൺ ഐന്റെ സെയിം ഇത് തന്നെ, ഇതിൽ ചാറ്റ് കംപ്ലീഷന് പകരം ഇമേജസ് ഡോട്ട് ജനറേറ്റ് മെത്തേഡിനെ കോൾ ചെയ്യുക. അതായത് നമ്മളിപ്പോ ക്രിയേറ്റ് മെത്തേഡ് ടെക്സ്റ്റിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ഐ ചാറ്റ് കംപ്ലീഷൻ ക്രിയേറ്റ് മെത്തേഡ് അല്ലായിരുന്നു. അത് ഇതിന് ഇവിടെയാണെങ്കിൽ ഓപ്പൺ ഐ ഇമേജസ് ഡോട്ട് ജനറേറ്റ് മെത്തേഡിനെ കോൾ ചെയ്യാം. മോഡലായിട്ട് നമ്മൾ ടെക്സ്റ്റ് ജനറേഷൻ ആണ് GPT മോഡൽസ് യൂസ് ചെയ്യുന്നത്. മറ്റേത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് നിങ്ങൾ മിക്കവാറും ഇതും പെയ്ഡ് ആണ്, ഡോളി 3 എന്നുള്ള മോഡൽ. അപ്പൊ ഈ ഒരു ഡോളി 3 മോഡൽ യൂസ് ചെയ്യാം. പിന്നെ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ പാസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രോംപ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു പ്രോംപ്റ്റ് ഇല്ലേ അതിനെ പാസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് ഇമേജസ് വേണം, യൂഷ്വലി നമ്മൾ സാധാരണ 1 ആണല്ലോ. മാക്സിമം ടോക്കൺസ് വേണ്ട,
ഇമേജ് അല്ലേ വരുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഇമേജസ് യൂഷ്വലി 1 ആണല്ലോ, 1 സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാം, അതായത് നോർമൽ ഇമേജിന്റെ വിട്ടും ഹൈറ്റും അല്ലെ. ഞാൻ യൂഷ്വൽ സൈസ് അല്ലെ 1024 അതാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫൈനലി റെസ്പോൺസ് ഫോർമാറ്റ്, ഒന്നെങ്കിൽ നമുക്ക് ആ ഇമേജിന്റെ URL എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു B60, ഈ രണ്ടെണ്ണാണ് B64 JSON ഫോർമാറ്റ് അല്ലെങ്കിൽ URL. നമ്മൾക്ക് URL മതി കേട്ടോ. ഇത്രയാണ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ മോഡൽ, പ്രോംപ്റ്റ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇമേജസ്, കൗണ്ട്, സൈസ്, റെസ്പോൺസ് ഫോർമാറ്റ്, ഇത്രയും കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് JSON-ല് ഇവിടെ വരുമ്പോൾ ടെക്സ്റ്റ് അല്ലല്ലോ, ആ ഇമേജിന്റെ URL അല്ലേ നമ്മൾ ഓൾറെഡി കൊടുത്തത്. അപ്പൊ നമ്മൾ ഈ റിട്ടേൺ പാരാമീറ്ററിന്റെ ഇമേജിന്റെ അകത്തുനിന്ന് അതിന്റെ ഡാറ്റന്റെ 0th ഓപ്ഷനിൽ നിന്ന് URL-നെ ആക്സസ് ചെയ്യാം. ആ URL റിട്ടേൺ പാസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. OpenAIന്റെ ഇമേജസ് ജനറേറ്റിനെ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മോഡലും ആ ഇമേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയും പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് OpenAI API. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഈ കോഡ് ഞങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. അതുപോലെ നെക്സ്റ്റ് വീഡിയോ ആകുമ്പോഴത്തേക്കും, ചാറ്റ് ബോട്ടിന്റെ വീഡിയോ ആകുമ്പോഴത്തേക്കും എന്റെ ഒരു പേയ്മെന്റിന്റെ ഇഷ്യൂ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഞാൻ അടുത്ത AI റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഞാൻ ലാരാവറിന്റെ കോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് എടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.